ദ മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം. വളരെ ശരിയാണല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, ബുദ്ധൻ പറഞ്ഞതാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായി തീരുന്നത്. നമ്മുടെ ചിന്തകളും ഇമോഷൻസും ഫീലിങ്സും കാഴ്ചപ്പാടുകളൊക്കെയാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് അല്ലേ? 7 മാനിഫെസ്റ്റേഷൻ സീക്രട്സ് ആണ് ഞാനിന്നിവിടെ പറയുന്നത്. നമ്മുടെ മൈൻഡ് ഒരു ടൂളായി യൂസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ റിയാലിറ്റിയിലോട്ടേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന 7 മാനിഫെസ്റ്റേഷൻ സീക്രട്സ്. ഫസ്റ്റ് വൺ, ലോ ഓഫ് ക്ലാരിറ്റി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കണം. ഒരു വ്യക്തത നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും അതുപോലെയായിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി വേണം. എ, ബി എന്നിങ്ങനെ നമുക്ക് രണ്ടായി തിരിക്കാം. എ കിട്ടിയാലും കുഴപ്പമില്ല, ബി കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു ധാരണയുണ്ടായിരിക്കണം. നിങ്ങളുടെ വിഷൻ വളരെ കറക്റ്റായിരിക്കണം. അതാണ് ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ലോ ഓഫ് ബിലീഫ്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം നമ്മുടെ വിശ്വാസവുമായിട്ട് ഒത്തുപോകുമ്പോഴാണ് അത് റിയാലിറ്റി ആയിട്ട് വരുന്നത്. നമുക്ക് 2 തരം മൈൻഡാണുള്ളത്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സ്, അതിന് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ട്. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്, അതിന് ബോധം ഒട്ടും തന്നെയില്ല. പക്ഷേ അത് വളരെ പവർഫുള്ളാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ തോന്നിയ ഒരു ആഗ്രഹം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതൊരു റിയാലിറ്റിയിലോട്ടേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണ്, പക്ഷേ അത് നടക്കില്ല എന്നുള്ള എന്താ പറയേണ്ടത് ഉപബോധ മനസ്സത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് നടക്കില്ല. ഓക്കെ, നമുക്കുണ്ടാകുന്ന ആഗ്രഹം നമ്മുടെ വിശ്വാസമായിട്ട് ഒത്തുപോകണം, എന്നാൽ മാത്രമേ അത് റിയാലിറ്റിയിലോട്ടേക്ക് വരുള്ളൂ. തേർഡ് വൺ, ലോ ഓഫ് ഐഡൻറ്റിറ്റി. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടി എന്ന് സങ്കല്പിച്ച് ആ വ്യക്തിയെ പോലെ ചിന്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ മിററിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ആഗ്രഹം നിറവേറിക്കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഇത്. പണ്ട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആലിയ ഭട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷാംപൂ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ആലിയോട് തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന്. സോ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. ലൈഫിൽ വളരെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു ടൂള് നന്നായിട്ട് ഹെൽപ്പ്. ഫോർത്ത് വൺ, ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, അതിനെനിക്ക് ജോലിയില്ലല്ലോ, എൻ്റെ കരിയറൊന്നും എവിടെ എത്തിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ നന്ദിയുള്ളവരായിരിക്കുന്നത്? അതൊന്നും വേണ്ട. നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ സ്വന്തം കാലിൽ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് എന്താ പറയേണ്ടത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം ലൈഫിൽ. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ തേടിയെത്തും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒരുപാട് വലിയ മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് കാണാം. ഫിഫ്ത്ത് വൺ, ലോ ഓഫ് ഇമോഷൻസ്. നമ്മുടെ ആഗ്രഹങ്ങൾ വെറും ഒരു ആഗ്രഹമായിട്ടിരുന്നാൽ പോരാ, അതിനൊരു തീവ്രമായിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്ക് വേണം. ഓക്കെ, എനിക്കൊരു എന്താ പറയുക 1,00,000 രൂപയുടെ ആവശ്യമുണ്ട് എന്ന് വെച്ച് അത് വെറും അതെൻ്റെ ആഗ്രഹമായിട്ട് ഇരുന്നാൽ പോരാ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ അതെങ്ങനെയൊക്കെ ചെലവഴിക്കും, അതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതൊരു സ്ട്രോങ് ഇമോഷൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് റിയാലിറ്റിയിലോട്ടേക്ക് വരുള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ പല കാര്യങ്ങളോട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ വേറൊരു ആഗ്രഹത്തിലോട്ടേക്ക് നമ്മൾ പോകും. പക്ഷേ ആ ആഗ്രഹം വളരെ ഡീപ്പായിരിക്കണം, വളരെ റൂട്ടഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് റിയൽ ആയിട്ട് നടക്കൂ. ലാസ്റ്റ് വൺ, ലോ ഓഫ് ആക്ഷൻ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമായിട്ടിരുന്നാൽ മാത്രം പോരാ അല്ലേ, അത് യാഥാർത്ഥ്യമാക്കണം, അതിന് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. സോ അവിടെയാണ് പലരും സ്റ്റക്കായി പോകുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. സോ മൈൻഡ് പ്രാക്ടീസിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാനും പറ്റും. സോ മൈൻഡിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ്.